പ്രീമിയം സ്മാർട്ട് ഫോൺസ് മാത്രം ഇറക്കുന്ന ഒരു കമ്പനിയാണ് വൺപ്ലസ്. വൺപ്ലസ് പണ്ട് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ OnePlus X എന്നൊരു മോഡൽ ഇറക്കിയിരുന്നു. അത് അന്ന് വലിയൊരു പരാജയമായിരുന്നു. ആ ഒരു പരാജയത്തിന് ശേഷം ഇപ്പോൾ ഈ അടുത്താണ് വൺപ്ലസ് വീണ്ടും ബഡ്ജറ്റ് സെഗ്മെൻറ്റിലേക്ക് കാലുവയ്ക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോൺസുകൾ ഇറക്കിയാണ് വൺപ്ലസ് ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. പക്ഷെ പിന്നീട് പതിയെ അത് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഫോണിൻ്റെ പ്രൈസും കമ്പാരിറ്റീവ്ലി കൂടി വരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വൺപ്ലസിൻ്റെ ആ ഒരു മാർക്കറ്റ് ക്യാപ്ചറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ OnePlus Nord ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു പുതിയൊരു ഡിവൈസ് ഒരു ഡിവൈസ് ഇറക്കുന്നത്. അപ്പോൾ വൺപ്ലസ് അവരുടെ റൂട്ട്സിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് ഈ OnePlus Nord അവർ ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ യൂസേഴ്സിന് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിവൈസ് വൺപ്ലസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നോഡ് എന്ന് വെച്ചാൽ നോർത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ലോഞ്ച് ഇവന്റിൽ കമ്പനി അവകാശപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡിൻ്റെ ക്യാമറ പെർഫോമൻസ്, അത് OnePlus 8ൻ്റെ ക്യാമറ പെർഫോമൻസിനോട് ചേർത്ത് വെച്ചാണ് അവർ ആ സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. നമ്മൾ OnePlus 8 യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ റിവ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കമ്പനി അവകാശപ്പെടുന്ന വാദം ശരിയല്ല എന്നാണ്. കാരണം OnePlus 8ൻ്റെ ക്യാമറ പെർഫോമൻസ് ഒന്നും നമുക്ക് OnePlus Nordൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും OnePlus Nordൻ്റെ ഫുൾ ക്യാമറ റിവ്യൂ കാണാം. ഫ്രണ്ടിൽ ഡുവൽ സെൽഫി ക്യാമറയും റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പുമായാണ് OnePlus Nord എത്തിയിരിക്കുന്നത്. ഫ്രണ്ടിലെ രണ്ട് ക്യാമറയിൽ ഒരെണ്ണം 32 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. റിയർ സൈഡിൽ OISോട് കൂടിയ സോണി IMX5 648 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ്, 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമായിട്ടാണ് OnePlus Nord വരുന്നത്. നമ്മൾ മെയിൻ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് 12 മെഗാപിക്സലിൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ മോഡിൽ മാത്രമാണ് ഫുൾ റെസൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. 12 മെഗാപിക്സൽ മോഡിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും നല്ല ചിത്രങ്ങൾ തന്നെയാണ് നമുക്ക് എടുക്കാനായിട്ട് OnePlus Nordൽ സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് സാമ്പിൾ ഇമേജസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നൈറ്റ് സ്കേപ്പ് മോഡിൽ നമുക്ക് വളരെ നല്ല മികച്ച ചിത്രങ്ങളാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ക്യാമറയുടെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം നൈറ്റ് സ്കേപ്പ് മോഡിൽ നമുക്ക് ഇത്രയും നല്ല ഇമേജസ് എടുക്കാൻ ഒരു സ്മാർട്ട് ഫോണിൽ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായത് ഈ OnePlus Nord യൂസ് ചെയ്തതിന് ശേഷമാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ കൂടി ഒരു നൈറ്റ് സ്കേപ്പ് മോഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഇതേ ഒരു പെർഫോമൻസോട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നന്നായേനെ. OnePlus Nordൽ വൈഡ് ആംഗിളിൽ 8 മെഗാപിക്സലാണുള്ളത്. വൈഡ് ആംഗിളിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കളേഴ്സ് കുറച്ച് വാഷ്ഡ് ഔട്ട് ആവുന്നുണ്ട് ചില സമയത്ത്. നമുക്ക് ആദ്യം OnePlus Nord കയ്യിൽ കിട്ടിയപ്പോൾ മാക്രോ ക്യാമറ വർക്കായിരുന്നില്ല. 2 അപ്ഡേറ്റുകൾ വന്നിരുന്നു അതിന് ശേഷം. ഓക്സിജൻ OS 10.5.4ഉം 10.5.5ഉം. ശരിക്കും ആദ്യത്തെ അപ്ഡേറ്റിന് ശേഷമാണ് ഈ ഒരു മാക്രോ ലെൻസ് പ്രോപ്പറായിട്ട് വർക്കാവാൻ തുടങ്ങിയത്. രണ്ടാമത്തെ അപ്ഡേറ്റിൽ മാക്രോ ലെൻസിൻ്റെ പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. നമ്മൾ ഈ അപ്ഡേറ്റുകൾക്ക് മുമ്പ് നമ്മൾ മാക്രോ ഫോട്ടോസ് കുറച്ച് എടുത്തിരുന്നു. ആ സമയത്ത് എന്തിനാണ് ഇങ്ങനൊരു ലെൻസ് വെച്ചിരിക്കുന്നത് എന്ന് വരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിൾസാണ് നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത്. എന്തായാലും ഈ അപ്ഡേറ്റുകൾക്ക് ശേഷം പറയാതെ വയ്യ, നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് മാക്രോ ലെൻസിൽ നമുക്ക് OnePlus Nordൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഡേ ലൈറ്റ് ഒബ്ജക്ട്സ് വളരെ മികച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് പോർട്രേറ്റ് മോഡിലേക്ക് വരാം. പോർട്രേറ്റ് മോഡിൽ ഡേ ലൈറ്റ് പോർട്രേറ്റ് ഷോട്ട്സ് വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. എഡ്ജ് ഡിറ്റക്ഷനും ഈ ഒരു ഡിവൈസിൽ വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ലോ ലൈറ്റിൽ വരുമ്പോൾ കളേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതായി കണ്ടു. കുറച്ച് വാം ടോൺ ഉള്ള ഇമേജസ് ആണ് ലോ ലൈറ്റ് ആർട്ടിഫിഷ്യലിൽ നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ പക്ഷേ ലോ ലൈറ്റ് ആയാലും ഡേ ലൈറ്റ് ആയാലും നല്ല ഇമേജസ് കിട്ടുന്നുണ്ട്. OnePlusൻ്റെ അടുത്ത ഒരു അപ്ഡേറ്റിൽ റിയർ ക്യാമറയുടെ ലോ ലൈറ്റ് ഇഷ്യൂ ഫിക്സ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. റിയർ ക്യാമറയിൽ എന്തുകൊണ്ടോ അത് സാധിക്കില്ല. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്ക് OnePlus Nordൻ്റെ ഫ്രണ്ട് ക്യാമറ ആയാലും റിയർ ക്യാമറ ആയാലും 180p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റിയർ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫുട്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറയിൽ കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ലഭിക്കുന്നില്ല. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ അഭാവം തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. OnePlus Nordൽ 4K ഫുട്ടേജും നന്നായി തന്നെ എടുക്കുവാൻ കഴിയുന്നുണ്ട്.
നമുക്ക് നോഡിൽ സ്ലോ മോഷൻ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. എല്ലാ ഫോണിലെ പോലെ ലോ ലൈറ്റ് ആർട്ടിഫിഷ്യൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡേ ലൈറ്റിൽ വളരെ മികച്ച രീതിയിൽ സ്ലോ മോഷൻ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മുപ്പത്തിരണ്ട് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് നോഡിൽ ഫ്രണ്ട് സൈഡിലുള്ളത്. മെയിൻ ക്യാമറ വെച്ച് ഡേ ലൈറ്റിൽ നല്ല ഇമേജസ് എടുക്കുവാൻ കഴിയും. ലോ ലൈറ്റിൽ ചില സമയത്ത് നല്ല ഇമേജസ് ലഭിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ആവറേജ് പെർഫോമൻസ് ആണ് കിട്ടുന്നുള്ളൂ. ലോ ലൈറ്റിൽ കളേഴ്സൊക്കെ ഓവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കളർ ആക്യുറസി വളരെ കുറവാണ്. ഡേ ലൈറ്റിൽ നല്ല ഹെവി ഇമേജസ് എടുക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ വൈഡ് ആംഗിളിൽ ലോ ലൈറ്റിൽ വളരെ മോശം പെർഫോമൻസ് ആണ് നോഡ് കാഴ്ചവെച്ചത്. എന്തായാലും ഡേ ലൈറ്റ് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വൈഡ് ആംഗിൾ ലെൻസിന് സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ OnePlus നോഡിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് പറയുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ടറി ടു എബോവ് എവറേജ് പെർഫോമൻസ് ആണ് ഫ്രണ്ട് ക്യാമറയിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഡേ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ് നോഡ് എന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം, മാക്രോ ആദ്യം വളരെ മോശമായിരുന്നു. അതിനുശേഷം അപ്ഡേറ്റിൽ അവർ ശരിയാക്കിയതാണ്. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും അവർ വരുന്ന അപ്ഡേറ്റുകളിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ, ക്യാമറയുടെ ആണെങ്കിലും മറ്റു പെർഫോമൻസിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ OnePlusൻ്റെ അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും അവർ പരിഹരിക്കും എന്നുള്ളൊരു ഉറപ്പും നമുക്ക് ആ ഒരു അപ്ഡേറ്റിലൂടെ മാക്രോ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് OnePlus നോഡിൻ്റെ ഒരു ഫുൾ ക്യാമറ റിവ്യൂ ആണ്. മറ്റു റിവ്യൂകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.